ഇന്ന് പിന്നെ നമ്മുടെ നാട്ടിൽ സുലഭമായി കാണുന്ന ഒരു ഐറ്റമാണിത്. ഇതിൻ്റെ പേരെന്തായിരുന്നു? ഇവിടെ നമ്മൾ ഞൊട്ടങ്ങ എന്ന് പറയട്ടോ, ഞൊട്ടങ്ങ. ഈ പിന്നീട് നമ്മൾ അറിഞ്ഞത് ഇതിനൊക്കെ നല്ല റേറ്റുള്ള ഒരു ഫ്രൂട്ടാണെന്നൊക്കെയാണ് പറയുന്നത്. കണ്ടോ, ചെടി നിറയെ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടോ, നിറയെ ഉണ്ടായിട്ടുണ്ട്. ചെറുതിലൊക്കെ നമ്മൾ ഇതൊരുപാട് പറിച്ച് കഴിച്ചിട്ടുണ്ട്, ഒത്തിരി കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും നാട്ടിൽ ഈ ഒരു ഞൊട്ടങ്ങ, ഇതിൻ്റെ പേരെന്താ, നിങ്ങൾ നാട്ടിലേക്ക് എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യണേ. നമ്മൾ ഞൊട്ടങ്ങ എന്നാണ് പറയാം. ഇതുണ്ടോ ഞൊട്ടങ്ങ, ഇത് പച്ചയാണ്. ഇത് പഴുത്ത് കഴിഞ്ഞാൽ നല്ലൊരു റെഡ് കളറായിട്ട് വരും, നല്ല ടേസ്റ്റാണ്. പിന്നെ വേറെ കാണിച്ചു തരാം. ഇത് ഞൊട്ടങ്ങ, ഇത് പറിക്കണം. ഞൊട്ടങ്ങ ഒന്ന് വേണ്ട, നല്ലത് മൂത്തത് മാത്രം, വെറുതെ മൂത്തത്. പക്ഷെ അത് പഴുത്തില്ല, പഴുത്താല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇത് 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 മെഡിസിനാണ്. എന്താ പേര് അറിയാം? എന്തതിൻ്റെ പേര്? എന്താ പേര്? എന്താ? കരിനെച്ചി. ഇതെന്തിനാണ് എടുക്കാറുള്ളത്? പുണ്ണ്. പിന്നെ ഇവിടെ കുറച്ച് ചീരയൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ നട്ടു വളർത്തിയ ചീരയാണ് ഗൈസ്. ഞാൻ നട്ടു വളർത്തിയ ചീരയാണ്. മത്തൻ്റെ ഇല, ഇഷ്ടം പോലെ മത്തൻ്റെ ഇല ഉണ്ട് കണ്ടോ. ഇത് നമ്മളൊന്നും പിന്നെ കാര്യമായിട്ട് അങ്ങനെ തോരനൊന്നും വെക്കാനില്ലെങ്കിൽ ഈ മത്തൻ്റെ ഇലയൊക്കെ പറിച്ച് തോരൻ വെച്ചാൽ അടിപൊളി ടേസ്റ്റ് കേട്ടോ. മത്തൻ്റെ ഇല നിറയുണ്ട്. പിന്നെ ഈ കാണുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഈ ചെടി കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇത് ശരിക്കും ഇതിൻ്റെ പേര് ഇവിടെ പറയുന്നത് ആനത്തവര കേട്ടോ, ആനത്തവര. ഈ തവര എന്തിനാ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ, ഇത് നമുക്ക് പിന്നെ നീർക്കെട്ട് അതിനൊക്കെ ഇതിൻ്റെ ഇല ഉപയോഗിക്കാറുണ്ട്, മരുന്നാക്കി ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. കുറച്ചും കൂടി അടുത്ത് ഞാൻ ഇതിനെ കാണിക്കാം. ഇതാണ് പൂവൊക്കെ ഭയങ്കര ഭംഗി കേട്ടോ, കണ്ടോ, ഇത്രയും ഭംഗിയുള്ള പൂവാണ്. അതിൻ്റെ ഇലയാണ് ഔഷധമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ കായ കണ്ടോ, നമ്മൾ നേരത്തെ കാണിച്ചില്ലായിരുന്നു സ്റ്റാർ പയർ, അത് കണക്കിരിക്കുന്നുണ്ട് അല്ലേ. അപ്പം ഇതാണ് അതിൻ്റെ പൂവ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇല ഔഷധമാണ് കേട്ടോ. അപ്പം ഇന്നത് ഇത്രയൊക്കെയുള്ളൂ. വെറുതെ ഇങ്ങനെ തൊടിയിലേക്ക് ഇറങ്ങിയതാണ്. ഇതൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. ഇതിനകത്ത് കോഴികളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വേറെ? വാ, ഓ അതൊക്കെ പറഞ്ഞു. ഓ അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ചെയ്യാവോ?